നാം നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. അനുദിനം വർദ്ധിച്ചു വരുന്നതായ മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിലെ തലമുറകൾ, നമ്മുടെ യൗവനക്കാർ ലക്ഷ്യബോധമില്ലാത്തവരായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളിൽ ആരംഭിച്ച് കോളേജ് വിദ്യാഭ്യാസങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതായ നമ്മുടെ യൗവനക്കാർ തുടർന്ന് എങ്ങനെ എപ്രകാരം മുൻപോട്ട് പോകണമെന്ന് ലക്ഷ്യമില്ലാതെ ആയിരിക്കുകയാണ്. അവരുടെ മനസ്സിനകത്ത് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവർ മുൻപോട്ട് പോകുമ്പോൾ ഈ സങ്കീർണമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവനക്കാരെ, യുവതലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ഈ തലമുറ ഇങ്ങനെ പാപത്തിൻ്റെതായ അവസ്ഥയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മുൻപോട്ട് പോകുന്നത്? വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് പാപത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇരുട്ടി വ്യാപിച്ചതായ ഒരു റൂം പോലെ, ഒരു മുറി പോലെ മനുഷ്യന്റെ മനസ്സ് പാപത്തിന്റെ അന്ധകാരത്തിൽ ആയിരിക്കുന്നു. ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ മനുഷ്യന് സമൂഹത്തിൽ നല്ല കൊള്ളാവുന്ന ഒരു വ്യക്തിയായി ജീവിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പാപം ചെയ്ത നാളിൽ മനുഷ്യൻ മരണത്തിന് വിധേയനാകുവാനിടയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കൽപ്പനയെ ലംഘിച്ച് പാപത്തിലേക്ക് വീണപ്പോൾ മരണം അവനെ അടിമയാക്കുവാനിടയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. മരണത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ പുറമെ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും, പുറമെ ഈക്വാലിറ്റിക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അത് നേടിയെടുത്തു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, അകമേ മനുഷ്യന്റെ ഉള്ളിൽ പാപത്തിന്റെ ചങ്ങലകളാൽ അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ബന്ധനത്തിൽ നിന്ന് മനുഷ്യന് ഒരു വിമോചനം ആവശ്യമായിരിക്കുന്നു. നമുക്കറിയാം, കാട്ടിൽ കിടക്കുന്ന ഒരു ആനയെ, കാട്ടാനയെ മെരുക്കിയെടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാറുണ്ട്. അങ്ങനെ കാട്ടിൽ കിടക്കുന്ന ആനയെ 4 അകമ്പടി ആനകളോടുകൂടെ പിടിച്ചുകൊണ്ടുവന്ന, പ്രത്യേകമായ പരിശീലനം ലഭിക്കുന്ന കളയിൽ കൊണ്ടുവന്ന അതിനെ മെരുക്കിയെടുക്കുന്നതായ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ നമുക്കറിയാം, 4 കാലുകളും ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെട്ട ചില ദിവസങ്ങൾ ഈ ആനയെ അവിടെ ഇട്ട് പരിശീലിപ്പിക്കുവാനിടയാകും. ഈ സന്ദർഭത്തിൽ പലപ്പോഴും ഈ ചങ്ങലയെ പൊട്ടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുവാനായിട്ട് ഈ കാട്ടാന പരിശ്രമിക്കും. എന്നാൽ ഈ ചങ്ങലയെ പൊട്ടിക്കുവാൻ തനിക്ക് സാധ്യമല്ല എന്നുള്ളതായ ബോധ്യം തന്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയാകും. അങ്ങനെയുള്ള ചിന്ത തന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, ഇനിയും എനിക്ക് ഒരിക്കലും ഈ ചങ്ങലയിൽ നിന്ന് മോചനമല്ല, രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ബന്ധനത്തിലായിരിക്കുകയാണ്. മാനസികമായി ആ കാട്ടാന ബന്ധിക്കപ്പെട്ടു. മനുഷ്യന്റെ വാക്കിൽ പറഞ്ഞാൽ അത് മെരുങ്ങി എന്ന് പറയുവാനിടയാകും. അപ്പോൾ ആ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുവാൻ തുടങ്ങും. അങ്ങനെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ചെറിയ ഒരു വടത്തിൽ കെട്ടി, ഒരു ചെറിയ കുറ്റിമേൽ കെട്ടിയിട്ടായിരുന്നാൽ പോലും ആ ആനയ്ക്ക് അവിടെ നിന്ന് സ്വാതന്ത്ര്യത്തോട് ഓടിപ്പോകുവാൻ സാധ്യമല്ല. കാരണം അല്പം മുൻപോട്ട് ആയുമ്പോൾ
തന്റെ കാലിൽ കിടക്കുന്ന ആ ചെറിയ വടവന്ന് ഉടക്കുമ്പോൾ അതിന്റെ ഉപബോധ മനസ്സ് അതിനോട് പറയുന്നത്, ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു ചങ്ങല എന്റെ ശരീരത്തിലുണ്ട്, എനിക്കൊരിക്കലും വിമോചനമില്ല. ഈ ആനയ്ക്ക് നിഷ്പ്രയാസം അതിന്റെ കരുത്തുപയോഗിച്ച് ഈ ചെറിയ കുട്ടിയെ വലിച്ചൂരി കയറിനെ പൊട്ടിച്ച് രക്ഷപ്പെട്ടു പോകുവാൻ സാധ്യമാണ്. എന്നാൽ അത് മാനസികമായി അതിന് പ്രാപ്തമല്ല. കാരണം അതിന്റെ അകച്ചലങ്ങളിൽ, മാനസിക മണ്ഡലങ്ങളിൽ ഈ ആന ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് ചങ്ങലകളാൽ മാനസികമായി കുരുക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രിയ ചുനക്കര ദേശനിവാസികളെ, ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള സന്ദേശം ഇതാണ്: നമ്മുടെ സകല മാനസികമായ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നതായ ആത്മീയ അന്ധതയാണ്, ആത്മീയ ബന്ധനമാണ്. പാപമാകുന്ന ചങ്ങലകളാൽ മനുഷ്യന്റെ മനസ്സ് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മോചനമുണ്ടായെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് മനുഷ്യന് സാധ്യമായി തീരുകയുള്ളൂ. അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും അല്ലാതെ പിശാച് വരുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. ആ വേദപുസ്തകം പറയുകയാണ്, മനുഷ്യപുത്രനായ ക്രിസ്തുയേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് പാപത്തിൻ്റെതായ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മാനവരാശിയെ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്, വിമോചനം നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപത്തിൻ്റെതായ അടിമനുഖത്തിൽ നിന്ന് ആ പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ, നിത്യജീവനിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കി വച്ചിരിക്കുകയാണ്. ആ രക്ഷയുടെ മാർഗമാണ്, ആ രക്ഷയുടെ സന്ദേശമാണ് ഇന്ന് പകൽ ഈ കവലയിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ആ നാമം ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാകുന്നു. അവനിൽ കൂടെ അല്ലാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഒരിക്കൽ ഒരു രാത്രിയിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ ദൈവത്തിന്റെ അടുത്തു നിന്ന് വന്നിരിക്കുന്ന വ്യക്തിയെന്ന് ഞങ്ങൾ അറിയുന്നു, നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്ന് എന്തു ചെയ്യണം? നിക്കോദിമോസിനോട് യേശു കർത്താവ് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം. നിക്കോദിമോസ് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി രണ്ടാമത് ജനിക്കണമോ? യേശു പറയുകയാണ്, അല്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പാപം നിമിത്തം മനുഷ്യന്റെ അകത്ത് മരിച്ചു കിടക്കുന്ന ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനിലേക്ക് മനുഷ്യനെ പ്രവേശിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഏലം ഭൂകാവനത്തിൽ വെച്ച് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് പാപത്തിൽ വീണുപോയ മനുഷ്യൻ മരണത്തിന് അധീനമായി മാറുവാനിടയായി. അതൊരു ശാരീരികമായ മരണമായിരുന്നില്ല, മറിച്ച് അവന്റെ ഉള്ളിലെ ആത്മാവ് മരിക്കുവാനിടയായി. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഈ ലോകത്തെ അറിയുവാനുള്ള ഭാഗമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഈ ലോകത്തെ നമ്മൾ കേട്ടും കണ്ടും തൊട്ടും രുചിച്ചും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടേണ്ട ആത്മാവ്. ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആത്മാവ് ഉള്ളിൽ മരിക്കുവാനിടയായി. ആ മരണത്തിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു കർത്താവ് അവൻ കാൽവറിയിലെ കൊലമരത്തിൽ, കന്യകയിൽ ഭൂജാതനായി കാൽവറിയിലെ കൊലമരത്തിൽ കാരിരുമ്പാണികളാൽ ചതയ്ക്കപ്പെട്ട് മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാനിടയായി. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്ന് ദൈവമോനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളുന്നുവെങ്കിൽ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്ത് മരിച്ചുപോയിരിക്കുന്ന ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവവുമായി ബന്ധപ്പെടുവാൻ
പ്രാപ്തമായി തീരുവാനിടയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശനിവാസികളോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, പാപത്തിന്റെ ചങ്ങല അത് പൊട്ടിച്ചെറിയേണ്ടത് ആവശ്യമാണ്. പാപത്തിന്റെ അടിമനത്തിൽ നിന്ന് മാനവരാശി വീണ്ടും വിമോചനം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ പാപത്തിൻ്റെതായ ബന്ധനത്തിലായിരിക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സമൂഹം വഷളായി നടക്കുവാനിടയാകുന്നു. യുവതലമുറകൾ ദൈവത്തെ അറിയാതെ ലക്ഷ്യം തെറ്റിയവരായി മുൻപോട്ട് പോകുവാനിടയാകുന്നു. ദൈവത്തോട് പാപം ചെയ്തതായ മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞു, ഹമാറ്റിയ, ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. മനുഷ്യന്റെ ലക്ഷ്യം ദൈവത്തോട് അടുത്തു ചെല്ലേണ്ടതായ ലക്ഷ്യത്തിൽ നിന്ന് മാറി വ്യതിചലിച്ച് തെറ്റായ ലക്ഷ്യത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ്, ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഏക മാർഗമേ ഉള്ളൂ. അതാകുന്നു കാൽവരിയിൽ ഉയർത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. ഈ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് മാനവരാശിക്ക് നൽകുവാനിടയാകുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശനിവാസികളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, നിങ്ങളായിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് ഒരു രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഒരു വിമോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേ സമാധാനമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എവിടെയെങ്കിലും സമാധാനം ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് പോകുന്നതായ വ്യക്തികളാകുന്നു നിങ്ങളെങ്കിൽ, നിങ്ങളുടെ തലമുറയെങ്കിൽ, ഇന്ന് പകൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന് രക്ഷ അതേ ലഭിക്കാനിടയാകും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുക. യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും അതേ ഉത്തരം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിലെ സർവ്വ മാനവരാശിയുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കൽപ്പിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് അത് വിശ്വസിക്കുവാൻ യോഗ്യമായ അത് സത്യമാകുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനിടയാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നാളുകളായി വിങ്ങിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തെ വിടുവിപ്പാനിടയാകും. രക്ഷ നിങ്ങളുടെ ഭവനത്തിന് ഉണ്ടാകുവാനിടയാകും. ഒരിക്കൽ യേശുവിന്റെ അടുക്കിലേക്ക് രക്തസ്രാവക്കാരത്തിയായ ഒരു സ്ത്രീ കടന്നു വന്ന് അവൾക്ക് സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിൽ ശക്തി പുറപ്പെട്ട് അവളുടെ രോഗത്തിന് സൗഖ്യമുണ്ടാകുവാനിടയായി. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകുവാൻ കഴിയുന്ന യേശു കർത്താവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന യേശുവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ വിടുവിക്കാൻ കഴിയുന്ന ഈ കർത്താവിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭാരത്